Okay, so good evening, people, once again. So I think we can start. അല്ലെ അപ്പോ നമ്മൾ ഇന്ന് മോഡ്യൂൾ 10-ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ മോഡ്യൂൾ 10-ൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അതായത് കുറച്ച് സ്റ്റുഡൻസ് എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ കറക്ഷണൽ സോഷ്യൽ വർക്ക്, അതും ഇതുമായിട്ട് എന്താണ് ബന്ധം, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജോലിയുമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഒന്ന് ബന്ധിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത്, വാട്ട് ആർ ദീസ് കോൺസെപ്റ്റ്സ്. ഒരു പക്ഷേ എന്താ പറയേണ്ടത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലും കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചു പോകാതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ലഭിച്ചിട്ടില്ല. മേ ബി അത് സിലബസിന്റെ ഭാഗം അല്ലാതെ ആയിരുന്നായിരിക്കാം, അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. സോ നമുക്ക് ആദ്യം ഈ കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. നോക്കി, ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ട് വരും. അതായത് നമ്മുടെ നിയമങ്ങളും ഈ ഒരു കറക്ഷൻസും കറക്ഷണൽ സോഷ്യൽ വർക്കും ഒക്കെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് വരും. എങ്ങനെയാണ് ഇത് ഇന്റർ കണക്റ്റഡ് ആകുന്നത്, എന്താണ് ഇതിന്റെ ആ ഒരു പ്രാധാന്യം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ കറക്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കുക. നിങ്ങൾ ഒരു വെൽഫെയർ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സാം നിങ്ങളിപ്പം എഴുതാനായിട്ട് തയ്യാറെടുക്കുന്നു. ആൻഡ് ഇത് ഇവിടെ ഒരു ഹൈഫൺ ഇട്ടിട്ട് പ്രിസൻസ് അല്ലെങ്കിൽ ജയിൽസ് എന്നൊരു വാക്കും കൂടെ അവിടെ ഉണ്ട്, അല്ലെ? അപ്പോ ജയിലിൽ തന്നെയാണ് നമ്മുടെ ആ ഒരു ജോലി വരാനായിട്ട് പോവുക. അപ്പൊ നമ്മൾ ഈ കറക്ഷൻസ് എന്ന വാക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രൊസീജിയറാണ്, ഒരു പ്രോസസ്സാണ്, അതൊരു സിസ്റ്റമാണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സംഗതി തന്നെയാണ്, അല്ലെ? അപ്പോ ഇത് എന്താ പറയേണ്ടത്, ഒരു 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 ആൾക്കാരെ, അതായത് നിയമം ലംഘിച്ചിട്ടുള്ള വ്യക്തികളെ, അവരെ സഹായിച്ച്, അപ്പോ എന്താ പറയേണ്ടത്, ഒരുപാട് നാള് വരെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു കൊളോണിയൽ കാലഘട്ടത്തിലൊക്കെ ആണല്ലോ നമ്മുടെ നിയമങ്ങൾ കുറെ എഴുതി ഉണ്ടാക്കപ്പെടുന്നത്. അപ്പോ അന്നത്തെ ആ നിയമങ്ങള് അത് തന്നെയാണ് നമ്മുടെ IPC എന്ന് പറയുന്നത്. ഏകദേശം 19-ാം നൂറ്റാണ്ടിൽ വന്ന് 1800 എത്രയോ മാസത്തിലൊക്കെയാണ് അത് വന്നിരിക്കുന്നത്. അപ്പോ ഈ IPC അല്ലെങ്കിൽ അതിലെ സെക്ഷൻസ് എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യനെ എന്താ പറയേണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ആ ഒരു ബ്രിട്ടീഷ് രാജിന് എതിരെ പോകാതിരിക്കാനായിട്ട് തടയുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശമായിരുന്നു അന്നത്തെ ആ നിയമങ്ങൾക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷം BNS വന്നപ്പോഴും, അല്ലെങ്കിൽ പിന്നീട് എന്താ പറയേണ്ടത്, ബ്രിട്ടീഷുകാരെയൊക്കെ നമ്മൾ ഇവിടുന്ന് തല്ലി ഓടിച്ചതിന് ശേഷം ഒരുപാടധികം മാറ്റങ്ങൾ നമ്മുടെ നിയമ വ്യവസ്ഥകളിൽ വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിയമം ലംഘിച്ച വ്യക്തിയെ, അപ്പൊ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിയമം ലംഘിച്ച വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും ആ വ്യക്തി ചെയ്തിട്ടുള്ള ലംഘനം എന്ന് പറയുന്നത് ബ്രിട്ടീഷിനെതിരെ പോയതായിരിക്കും, അവരുടെ ആ ഭരണത്തിനെതിരെ പോയതായിരിക്കും. എന്നാ ഇന്നത്തെ കാലത്ത് നിയമ ലംഘനം എന്ന് പറയുമ്പോഴത്തേക്ക് സമൂഹത്തില് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി ആ വ്യക്തി ചെയ്തു. അപ്പൊ സമൂഹം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ആ വ്യക്തിയുടെ സോഷ്യൽ ലൈഫ്, അല്ലേ? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ ലൈഫിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ പോലും നമ്മുടെ സോഷ്യൽ ലൈഫിനെ മുന്നോട്ട് നല്ലതുപോലെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമ്മൾ സൊസൈറ്റിയിൽ നല്ല വ്യക്തികളായിട്ട് മാറുള്ളൂ. എങ്കിലാണ് നമ്മൾ നല്ല ഇൻഡിവിജ്വൽസിലായി, നല്ല സിറ്റിസൻസ് ആയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുക. അപ്പൊ ഇവിടെ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു കറക്ഷൻസ് എന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നിയമം ലംഘിച്ചവരെ പണിഷ് ചെയ്യുക മാത്രമല്ല വേണ്ടത്. അപ്പൊ അവരെ പണിഷ് ചെയ്യുന്നുണ്ട്. പണിഷ് ചെയ്യുന്നതിനോടൊപ്പം എന്താ, അവരെ തിരിച്ച് ആ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി വേണ്ടത്, അല്ലേ? അപ്പൊ അവരുടെ ബിഹേവിയർ നമുക്ക് കറക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരുപാടധികം സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അവിടെയാണ് നമ്മുടെ എന്താ പറയേണ്ടത്, എങ്ങനെ ബിഹേവിയർ രൂപപ്പെട്ട് വരുന്നു, അല്ലെ? കുട്ടിക്കാലത്തെ പ്രശ്നങ്ങളും അതും ഇതും ഒക്കെ ചേർന്ന് എങ്ങനെയാണ് ബിഹേവിയർ രൂപപ്പെട്ട് വരുന്നത്, എങ്ങനെയാണ് ബിഹേവിയർ മാറ്റാൻ കഴിയുന്നത്, അതിന്റെ പിന്നിലെ സയൻസ് അതാണ്. അതുകൊണ്ടാണ് ആ ഒരു സയൻസ് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ബിഹേവിയർ കണക്കിലെടുക്കണം, ആറ്റിറ്റ്യൂഡ് കണക്കിലെടുക്കണം, വ്യക്തികൾ ചിന്തിക്കുന്ന അവരുടെ തിങ്കിങ് പാറ്റേൺസ് മാറ്റിയെടുക്കണം.
എങ്കില് അതായത് സമൂഹത്തിൽ അംഗീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു പാറ്റേൺ ആയി വരുമ്പോഴാണ് അവര് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺസ് ആകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ബേസിക്കലി നമ്മളിവിടെ കറക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു മോഡ്യൂൾ 10 തന്നെ ഉള്ള രണ്ട് കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് എന്നുള്ളത്. ഇത് ആക്ച്വലി പ്രാവർത്തികമാക്കുന്ന സംഗതികളാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ നമുക്കുള്ളത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അത്? നമുക്കറിയാം, നമുക്ക് പ്രിസൺസ് ഉണ്ട്, അല്ലെ ജയിലുകൾ എന്ന് നമ്മൾ പറയുന്നത്, ജുവനൈൽ ഹോംസ് ഉണ്ട്, ബ്രോസ്റ്റൽ സ്കൂൾസ് ഉണ്ട്. എന്താണ് ഇതൊക്കെ എന്നുള്ളത്, ഈ കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇത് അതും അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, റിമാൻഡ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട്, അവര് തടഞ്ഞു വെക്കുന്നതിന് വേണ്ടിയുള്ള റിമാൻഡ് ഹോംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആ സ്പെസിഫിക്കലി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആ സ്പേസ് എന്ന് പറയുന്നത് എന്താ, ഒരുപാട് അധികം സൂപ്പർവിഷനോട് കൂടി ആ അവിടുത്തെ അന്തേവാസികൾ കുറച്ച് നാളത്തേക്ക് കഴിയേണ്ടതായിട്ട് വരും. അപ്പൊ ഈ സൂപ്പർവിഷൻ നടക്കുന്ന സമയത്ത് അവരുടെ എല്ലാ റൈറ്റ്സും ഹനിച്ച് അവരെ അവിടെ താമസിപ്പിക്കുക എന്നുള്ളതിലുപരി അവർ പുറത്തിറങ്ങുമ്പം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അവർ മാറണം. DNS 2023 വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടില് സോഷ്യൽ വർക്ക് പോലും, ഒരു വ്യക്തി സമൂഹത്തെ സേവിക്കുക എന്നുള്ളത് പോലും ഒരു കുറ്റത്തിനുള്ള ശിക്ഷയായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ആ ക്ലാസ്സസ് നോക്കിയപ്പോഴത്തേക്ക് ഒരു പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും അല്ലെ? എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന ഒരു ശിക്ഷയുടെ ഭാഗമായിട്ടുള്ള ഉള്ളൊരു ജോലിയല്ല സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അവിടെയാണ് ഇനി നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ അടച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങൾക്ക് പുറത്ത്, വെളിയിൽ, ജയിലിന്റെ പ്രിസന്റെ ഒക്കെ വെളിയിൽ നടക്കുന്ന സംഗതികൾ. അപ്പൊ ഓൾറെഡി നമുക്കുണ്ട് പ്രൊബേഷൻ ഉണ്ട്, പരോൾ ഉണ്ട്, കമ്മ്യൂണിറ്റി സർവീസ് ഉണ്ട്. അതാണ് ഇച്ചിരി ഞാൻ നേരത്തെ പറഞ്ഞത്, കമ്മ്യൂണിറ്റി സർവീസ് ഒന്നും ഒരിക്കലും IPC ഇല്ലായിരുന്നു ശിക്ഷാ നടപടികളായിട്ട്. BNS അത് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ കെയർ പ്രോഗ്രാംസ് ഒരുപാടുണ്ട്. ഓക്കെ, ആഫ്റ്റർ കെയർ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് ഈ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ശിക്ഷ നടപ്പാക്കുന്ന ആ ഒരു കാലഘട്ടത്തില് ആ ഒരു കുറ്റം ചെയ്ത വ്യക്തി, നമുക്ക് ഒഫൻഡർ എന്ന് പറയാം, ആ ഒഫൻഡർ ഈ റിമെയിൻസ് ഇൻ സൊസൈറ്റി അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. ചില കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെയും വീണ്ടും ആ വ്യക്തി നല്ലതുപോലെ പെർഫോം ചെയ്ത് ജീവിതത്തിലേക്ക് മുമ്പോട്ട് വരുന്നതിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഒരുപക്ഷെ വെൽഫെയർ ഓഫീസർ അതിനെ സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ വെൽഫെയർ ഓഫീസർ മനസ്സിലാക്കിയിരിക്കണം അല്ലെ, ഞാൻ അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു നടപടി എടുക്കാനായിട്ട് എന്റെ സിസ്റ്റം ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തിനാണ് ആ നടപടി എടുക്കുന്നത്? സ്വാഭാവികമായിട്ടും മനുഷ്യനാണെങ്കിൽ നമ്മൾ നമ്മളോട് ചോദിക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ ചിന്തിച്ചതുപോലെ എന്തിനാണ് ഈ കറക്ഷണൽ സോഷ്യൽ സർവീസ് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളത്. എന്നാൽ നിങ്ങളുടെ ജോലിയുടെ കാതലായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു കറക്ഷണൽ സോഷ്യൽ വർക്ക് തന്നെയാണ്. അപ്പൊ ഇൻ ഷോർട്ട് നമ്മൾ ഇപ്പം സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ് കറക്ഷൻസ് എന്നുള്ളതാണ്. അപ്പൊ കറക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരെ ലോക്കപ്പിൽ ഇടുക എന്നുള്ളത് മാത്രമല്ല, ഇറ്റ്സ് അബൌട്ട് ഹെൽപ്പിംഗ് ദം ടു ചേഞ്ച്. അവരിലൊരു മാറ്റം കൊണ്ടുവരണം. സോ വാട്ട് ഹാപ്പൻസ്, അവര് ആ ഒരു ക്രൈം റിപ്പീറ്റ് ചെയ്യാതെ സമൂഹത്തില് എന്താണോ ആ ഒരു മനുഷ്യനിൽ നിന്ന് സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ അവർക്ക് ജീവിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ ഞാൻ ഇനി ഇതിന് എക്സാമ്പിൾ ഒന്നും തന്ന് ഈ ഒരു ലെക്ചർ വലിച്ചു നീട്ടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ചോദ്യം PSCക്ക് കിട്ടുകയാണ്, 4 ഓപ്ഷൻസ് എന്തായാലും തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് കാണും. അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് കറക്ഷൻസിന്റെ പ്രധാന ഉദ്ദേശം? വാട്ട് ഇസ് ദ എയിം ഓഫ് കറക്ഷൻസ്? ഇനി ചിന്തിച്ചു നോക്കിയേ, എന്തായിരിക്കും ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്? ഇപ്പൊ കറക്ഷൻസ് എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ അതിനകത്ത് വരും. ഒന്ന്, കറക്ഷൻസിലൂടെ അവരെ റിഫോം ചെയ്യണം. റിഫോം ചെയ്യുക എന്ന് പറഞ്ഞാല് അവർക്ക് കുറ്റം ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി അവരിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരണം. രണ്ടാമതൊന്ന് പറയുന്നത് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു മനുഷ്യനെ പോലെ, അതായത് കുറ്റം ചെയ്യാത്ത ഒരു മനുഷ്യനെ പോലെ അവരെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് സമൂഹത്തിന്റെ ഭാഗമാകാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ
കറക്ഷൻസ് എന്താണ്? ബിഹേവിയർ കറക്റ്റ് ചെയ്യുന്നതാണ് കറക്ഷൻസ് എന്ന് പറയുന്നത്. വ്യക്തികളുടെ പെരുമാറ്റത്തെയാണ് നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ബിഹേവിയർ കറക്ഷൻ. ഇപ്പൊ നൗ ഇറ്റ് മേക്സ് ഓൾ സെൻസ് എന്തുകൊണ്ട് നമ്മൾ ഇത്രയധികം ബിഹേവിയർ പാറ്റേൺസ് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. കാരണം ബിഹേവിയർ കറക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്, ജസ്റ്റ് പണിഷ്മെന്റ് അല്ല. ഇപ്പൊ നേരെ മറിച്ച് ഒരു വെൽഫെയർ ഓഫീസറുടെ ജോലി എന്ന് പറയുന്നത് ഈ ജയിലിൽ കിടക്കുന്നവരുടെ ശിക്ഷ കൃത്യമായിട്ട് നടപ്പാക്കുമെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു എങ്കിൽ നിങ്ങളുടെ സിലബസില് നിങ്ങൾക്ക് BNSന്റെ അല്ലെങ്കിൽ BNS ആയാലും BNSS ആയാലും BSA ആയിരുന്നാലും അതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സെക്ഷൻസും അതിന്റെ ശിക്ഷാ നടപടികളും എങ്ങനെ കോടതി നടപടികൾ നമുക്ക് കൃത്യമായിട്ട് നടപ്പാക്കാം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് വരുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു ചോദ്യവും നിങ്ങളുടെ പരീക്ഷയിൽ ഉണ്ടാവുന്നു. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ കറക്ഷണൽ സോഷ്യൽ വർക്ക്. ഇപ്പൊ സോഷ്യൽ വർക്ക് അവിടെ കയറി വരുന്നത് എങ്ങനെയാണ്? ഇപ്പൊ കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് ആണ് ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക്. ഞാൻ എപ്പോഴും ഭയങ്കര അധികം അഭിമാനത്തോടെയാണ് പറയുന്നത്, സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ വർക്ക് ആണ്. ഒരു ഡോക്ടർ ചെയ്യുന്നത് പോലെ, ഒരു എഞ്ചിനീയർ ചെയ്യുന്നത് പോലെ, ഒരു പൈലറ്റ് ചെയ്യുന്നത് പോലെ വളരെയധികം പ്രൊഫഷണലിസം ഉള്ള ഒരു പ്രവൃത്തിയാണ് ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ഒരു ബ്രാഞ്ചാണ്, ഒരു സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഈ കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എല്ലായിടത്തും കാണില്ല. ഈ കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ആ കറക്ഷണൽ സിസ്റ്റത്തിന്റെ ഉള്ളിൽ മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ. അതായത് ജയിലിന്റെ ഉള്ളിൽ അവിടെ മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോ ഇവിടെ വീണ്ടും പ്രധാനമായിട്ട് വരാൻ പോകുന്ന എന്തൊക്കെയാണ്? നമുക്ക് കേസ് വർക്ക് ഒരു മെത്തേഡായിട്ട് നമുക്ക് ഇവിടെ വരും. കൗൺസിലിംഗ് ഒരു ടൂളായിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കണം. ഗ്രൂപ്പ് വർക്ക് ഒരു മെത്തേഡായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരും. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഒരു മെത്തേഡായിട്ട് ഇവിടെ വരും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒഫൻഡേഴ്സിനെ, കുറ്റം ചെയ്തിട്ടുള്ള വ്യക്തികളെ തിരിച്ച് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, അവരുടെ ലൈഫ് റീബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കാനാണ് ഈ സംഗതികളെല്ലാം നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾ നിങ്ങളുടെ കോളേജില് നിങ്ങളുടെ ഗ്രാജുവേഷനും PGക്കും ഒക്കെ പഠിച്ചതും ഇത് തന്നെയല്ലേ? പക്ഷെ അത് ഈ ഒരു സ്പെസിഫിക് സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവില്ല. അവിടെയാണ് നമ്മൾ സ്പെസിഫിക്കലി ഈ കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒരു കറക്ഷണൽ സോഷ്യൽ വർക്കർ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ ഒരു കറക്ഷണൽ സോഷ്യൽ വർക്കറുടെ എയിം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് പീപ്പിൾ ഹു ആർ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ. ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്നുള്ള ആ ഒരു ടേം നമ്മൾ BNSന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത. ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്ന് പറഞ്ഞാൽ നിയമവുമായിട്ട് അവർക്ക് ഒരുമിച്ച് ഒത്തുചേർന്ന് പോകാനായിട്ട് സാധിക്കുന്നില്ല. നിയമവിരുദ്ധമായിട്ട് അവർ പ്രവർത്തിക്കത്തുള്ളൂ അല്ലെ? അപ്പോ എന്താണ് അവരെ നമ്മൾ പ്രിസണേഴ്സ് എന്ന് പറയും, പ്രൊബേഷനേഴ്സ് എന്ന് പറയും, പെറോളീസ് എന്ന് നമ്മൾ പറയും. ഇനി അതും അല്ലെങ്കിൽ ജുവനൈൽസ് എന്ന് നമുക്ക് പറയാം, പീപ്പിൾ ഹു ആർ ഇൻ റിമാൻഡ് ഹോംസിൽ കഴിയുന്നത്. അപ്പൊ അവരെ അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് പരിഹരിക്കുക, അവരുടെ ഇമോഷണൽ പ്രോബ്ലംസും അവരുടെ സോഷ്യൽ പ്രോബ്ലംസും ഒക്കെ പരിഹരിച്ച് അവർ ഇനി ക്രൈം കമ്മിറ്റ് ചെയ്യാതെയുള്ള ഒരു സാഹചര്യം അവരിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ ഒരു കറക്ഷണൽ സോഷ്യൽ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ മെയിൻ എയിംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഹെൽപ്പ് ദി ഒഫൻഡർ. ആ ഒഫൻഡറെ മനസ്സിലാക്കി കൊടുക്കണം, ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തികൾ ചെയ്യുക, ജീവിക്കുക എന്നുള്ളത്. ആ ഒരു ഉത്തരവാദിത്വ ബോധം അവരിൽ ഉണ്ടാക്കി കൊടുക്കുക സോഷ്യൽ വർക്കറുടെ ജോലിയാണ്. അവരുടെ എന്താ പറയേണ്ടത്, അവർക്ക് ഒരു നെഗറ്റീവ് പാറ്റേൺസ് ഓഫ് തിങ്കിങ്ങും ബിഹേവിയറും ആണ് അവർക്ക് ഓൾറെഡി ഉള്ളത്. അതുകൊണ്ടാണ് കുറ്റക്കാരായി മാറുന്നത്. അപ്പൊ ആ ഒരു നെഗറ്റീവ് പാറ്റേൺസ് ഓഫ് തിങ്കിങ് മാറ്റിയെടുക്കുക, അവരെ സമൂഹത്തിലേക്ക് റീഇന്റഗ്രേറ്റ് ചെയ്ത്. ഈ ചില വാക്കുകൾ, ഈ വാക്കുകൾ നമ്മൾ ഇതേ കണക്ക് തന്നെ ഉപയോഗിച്ച്, ഇതേ കണക്ക് തന്നെ കേട്ട്, ഇതേ കണക്ക് തന്നെ വായിച്ച് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ ചോദ്യത്തിലും ഈ വാക്കുകൾ ഇതേപോലെ തന്നെ വരും. റീഇന്റഗ്രേഷൻ. അപ്പൊ സമൂഹത്തിലേക്ക് വീണ്ടും അവരെ ഇഴുകി ചേർക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. പക്ഷെ മലയാളത്തിലെ തർജ്ജമ നോക്കിയാൽ അതിന് മറ്റൊരു വാക്ക് കാണും. അപ്പൊ റീഇന്റഗ്രേഷൻ ഇൻ ടു സൊസൈറ്റി അതെപ്പോഴാണ്? അവരുടെ റിലീസിന് ശേഷം. അതേപോലെ അവര് കുറ്റക്കാരാണ്, പക്ഷെ അവർക്കും റൈറ്റ്സ് ഇല്ലേ? അവർക്കും ഒരു അഭിമാനമില്ലേ? ഒരു ഡിഗ്നിറ്റി ഇല്ലേ? അതായത്
നമ്മുടെ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് തരുന്ന ആ ഒരു റൈറ്റ് ടു ഡിഗ്നിറ്റി, അഭിമാനത്തോടു കൂടി ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയണം. അതൊരു കുറ്റക്കാരനാണെന്നും പറഞ്ഞ് ആ വ്യക്തിയുടെ അഭിമാനം ഇല്ലാതാകുന്നില്ല. കാരണം എന്താ, സോഷ്യൽ വർക്കിന്റെ ഒരു അടിസ്ഥാന റൂൾ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ വർക്ക് തന്നെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു അടിസ്ഥാന റൂൾ, ഓരോ മനുഷ്യനും ആ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ഡിഗ്നിറ്റി കിട്ടുന്നത് എവിടെന്നാ? ബൈ ബർത്ത്. മനുഷ്യനായി ജനിക്കുകയാണെങ്കിൽ ആ ഒരു അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശത്തോടു കൂടിയാണ് മനുഷ്യൻ ജനിക്കുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ പബ്ലിക്കിന്റെ സേഫ്റ്റിയും കൂടെ നമുക്ക് അവിടെ ഒന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു ചോദ്യത്തിന്റെ രൂപത്തിൽ ഇതിനെ ഒന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? കറക്ഷണൽ സോഷ്യൽ വർക്കിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുക. അപ്പൊ അവരൊരു 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തരും. സോറി, ആ ഒരു 4 ഓപ്ഷൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ ഡെഫിനിഷൻ അവിടെ പറയുമ്പോഴത്തേക്ക്. അപ്പൊ നമ്മൾ ഓർക്കുക, കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പം അവിടെ ഫോക്കസ് എന്തൊക്കെയാണ്? ഒന്ന്, റീഇന്റഗ്രേഷൻ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എന്ന വാക്കുകളൊക്കെ ഉള്ള സെന്റൻസസ് നമ്മൾ നോക്കണം. അവരെ ശിക്ഷിക്കുക, നോ, നിങ്ങളുടെ ജോലിയല്ല. ശിക്ഷിക്കുക കോടതിയാണ് ചെയ്യുന്നത്, ജഡ്ജാണ് ചെയ്യുന്നത്. ശിക്ഷ നടപ്പാക്കുക പ്രിസണിലെ വെൽഫെയർ ഓഫീസർ അല്ല ശിക്ഷ നടപ്പാക്കുന്നത്. ശിക്ഷ നടപ്പാക്കുന്നത് പ്രിസണിലെ മറ്റുദ്യോഗസ്ഥരാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫോക്കസ് മൊത്തവും വരുന്ന ഒരൊറ്റ കീ വേർഡിലാണ് കിടക്കുന്നത്. എന്താണ്? ആ ഒരു റീഹാബിലിറ്റേഷൻ ഓഫ് ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാരിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുത്തി അവരെ വീണ്ടും നോർമൽ മനുഷ്യരാക്കി മാറ്റി കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പൊ മനസ്സിലായല്ലോ? നൗ ഇറ്റ് ഓൾ മേക്സ് സെൻസ്, അല്ലെ? അപ്പൊ സോഷ്യൽ വർക്ക് എങ്ങനെ ഇവിടെ കണക്ട് ആയി വരുന്നത്? ഒരു വ്യക്തിയുടെ റീഹാബിലിറ്റേഷൻ, ഒരു വ്യക്തിയുടെ റീസോഷ്യലൈസേഷൻ, ഇതൊക്കെ സോഷ്യൽ വർക്കിലൂടെ മാത്രമേ നമുക്ക് സാധിച്ചെടുക്കുള്ളൂ. കാരണം സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷനിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസ് ആണ് സോഷ്യൽ വർക്കേഴ്സ്. ഈ സോഷ്യൽ വർക്കേഴ്സ് സ്പെസിഫിക് ആയിട്ട് അവരുടെ ജീവിതം തന്നെ മാറ്റി വെച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. റീഹാബിലിറ്റേഷൻ, റീസോഷ്യലൈസേഷൻ. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തൊന്ന്, അവര് റീ ഒഫൻഡിങ് പ്രിവെന്റ് ചെയ്യുക. അവിടെ അതാണ് റെസിഡിവിസം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, അല്ലെ? അപ്പൊ റെസിഡിവിസം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ആ ഒരു ക്രിമിനൽ ബിഹേവിയറിന്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ ഒരു വ്യക്തി ക്രൈം ചെയ്യുന്നത് അവന് ക്രൈം ചെയ്യാൻ ഇഷ്ടം ഉണ്ടായോണ്ടായിരിക്കില്ല. അവനൊരു പക്ഷെ ക്രൈം ചെയ്യുന്നത് അവൻ പോവേർട്ടിയിൽ കഴിയുന്നത് കൊണ്ടായിരിക്കും. ഇല്ല, പറഞ്ഞതുപോലെ നമ്മുടെ പഴയ കാല സിനിമയിലൊക്കെ നോക്കുന്നത് പോലെ ഒരു കഷണം റൊട്ടി ഒരു കടയിൽ നിന്ന് മോഷ്ടിച്ച് അപ്പോഴത്തേക്ക് അവൻ കുറ്റക്കാരനായി മാറി എന്നുള്ളത്. അവൻ നിയമത്തിന്റെ കടലിൽ കുറ്റക്കാരൻ തന്നെയാണ്. പക്ഷേ അവിടെ ആ ഒരു റെസിഡിവിസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ ജീവിതത്തിൽ ഒത്തിരി അധികം ട്രോമ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ സോഷ്യൽ വർക്കേഴ്സിന്റെ ജോലി എന്താണ്? ഇവിടെ അവരെ സഹായിക്കുക, ഈ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എന്താ പറയേണ്ടത്? ആ ഒരു റൂട്ടിനെ നമ്മൾ ഇല്ലാതാക്കി എടുക്കുക എന്നുള്ളത്. അതേപോലെ എന്താ മറ്റൊരു ഒരു ഇതെന്ന് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ ആ അഡ്വക്കേസി എന്ന് പറയുന്നത്, അല്ലെ? അഡ്വക്കേസി ആൻഡ് റൈറ്റ്സ്, അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പൊ ജയിലിൽ അടച്ചേക്കുന്ന ഒരു കുറ്റവാളിയാണെന്നും പറഞ്ഞ് ആ കുറ്റവാളിക്ക് അവകാശങ്ങൾ ഇല്ലാതാകുന്നില്ല. ബേസിക് ജീവിക്കാനുള്ള അവകാശം ഹനിക്കപ്പെടുന്നത് എപ്പോഴാണ്? ആ വ്യക്തി ചെയ്ത കുറ്റം അത്രത്തോളം വലുതാണ്, നമ്മുടെ നിയമവ്യവസ്ഥ ആ വ്യക്തിയെ കൊന്നുകളയാനായിട്ട് ആണ് എന്താ പറയേണ്ടത് ശിക്ഷിക്കുന്നത് എങ്കിൽ അവിടെ ജീവിക്കാനുള്ള ആ ഒരു അവകാശം അവിടെ ഹനിച്ചു. അവിടെ പിന്നെ സോഷ്യൽ വർക്കറിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അതവിടെ അങ്ങ് തീരെയാണ്. പക്ഷെ അവിടെയും എന്താ പറയേണ്ടത്? സോഷ്യൽ വർക്കർക്ക് വേണമെങ്കിൽ ഇടപെടാം. അവിടെയാണ് അഡ്വക്കേസി വരുന്നത്. അഡ്വക്കേസി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വക്കീലിന്റെ പണിയായിട്ട് നമ്മൾ കണക്കാക്കണ്ട. അഡ്വക്കേസി എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് അവകാശങ്ങൾ ഹനിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. ദ വോയിസ് ഓഫ് ദ വോയിസ്ലെസ്, അതാണ് ആ അഡ്വക്കേസി എന്നുള്ളത് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ജയിലിൽ കിടക്കുന്നവർ തന്നെ ആയിരുന്നാലും ശരി, അവരെ ഡിഗ്നിറ്റിയോടുകൂടി എന്താ പറയേണ്ടത് അവർക്ക് അവിടെ വസിക്കാനായിട്ട് കഴിയണം. അതേപോലെ അവർക്ക് ആ ഒരു ലീഗൽ എയ്ഡ് അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ലീഗൽ എയ്ഡ് എങ്ങനെയാണ്? ഒരു വക്കീലിനാണ് കൊടുക്കാനായിട്ട് കഴിയുക.
അത് അവരുടെ അവകാശമാണല്ലേ ആ ഒരു ലീഗൽ എയ്ഡ് അവർക്ക് കിട്ടുക എന്നുള്ളത്. അതേപോലെ അവർക്ക് രോഗം വന്നാലോ ഹെൽത്ത് കെയർ ഉറപ്പാക്കണം. സോഷ്യൽ വർക്കർക്ക് ചികിത്സിക്കാൻ പറ്റില്ല, പക്ഷെ സോഷ്യൽ വർക്കർക്ക് പറയാം ആ വ്യക്തിക്ക് സുഖമില്ല, ആശുപത്രി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. കൊണ്ടുപോയില്ല എങ്കിൽ സോഷ്യൽ വർക്കറുടെ റിപ്പോർട്ടിൽ അത് വരും. അവിടെ അങ്ങനെയൊക്കെ ആയിരിക്കും അത് പ്രവർത്തിക്കുന്നത്. ഞാൻ ജയിലിൽ വർക്ക് ചെയ്തിട്ടില്ല. അതേപോലെ എന്താ പറയേണ്ടത്, അവരുടെ എഡ്യൂക്കേഷൻ അല്ലെ, ജയിലിലുള്ള വ്യക്തികളെ പഠിപ്പിക്കുന്നത്, പല കാര്യങ്ങൾ അവരെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. ആൻഡ് അവര് ഒരു തരത്തിലും എബ്യൂസ് ചെയ്യുന്നില്ല, ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എന്നും ഉറപ്പാക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഈ വെൽഫെയർ ഓഫീസർക്കുണ്ട്. ആൻഡ് മറ്റൊരു കാര്യം, കമ്മ്യൂണിറ്റിയിലേക്കുള്ള റീഇൻറ്റഗ്രേഷൻ, അതും വെൽഫെയർ ഓഫീസറുടെ കടമയാണ്. ഒരു ജയിലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തിയെ സൊസൈറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ജയിലിലുള്ള മറ്റു ഉദ്യോഗസ്ഥരെ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കില്ല. അവർ വടിയെടുത്ത് എങ്ങനെ അവനെ അടിക്കാമെന്ന് ചിന്തിക്കത്തുള്ളൂ, അവനെ എങ്ങനെ കുറച്ചും കൂടെ പീഡിപ്പിക്കാമെന്ന് അവർ ചിന്തിക്കത്തുള്ളൂ. നിങ്ങൾ ആ ഒരു രീതി മാറി മറ്റൊരു രീതിയിൽ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു പൊസിഷന് സോഷ്യൽ വർക്കിന്റെ പ്രൊഫഷണൽസിനെ തന്നെ എടുക്കുന്നത്. അതും നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോളുക. അപ്പോൾ യു ഗൈസ് വിൽ വർക്ക് വിത്ത് ഫാമിലീസ്, വിത്ത് ലോക്കൽ കമ്മ്യൂണിറ്റീസ്, വിത്ത് NGOs. അപ്പോ ഒരു പക്ഷേ എക്സ് ഒഫൻഡേഴ്സിനെ നിങ്ങൾ ചിലപ്പോൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. അവരിപ്പോ എങ്ങനെ ജീവിക്കുന്നത്, വീണ്ടും കുറ്റം ചെയ്താണോ ജീവിക്കുന്നത്? അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും എന്താ പറയേണ്ടത്, സമൂഹത്തിൽ ജീവിച്ചു പോകുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ടോ? ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കത് നിലവിലില്ല എങ്കിലും നമ്മുടെ നിയമങ്ങൾ പുതിയതുണ്ടാക്കിയിരിക്കുന്നത് ഇതിനെ കൂടെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പൊ ഒരു പക്ഷേ അതിനെയും വരും. സോ ആ സിലബസിനകത്ത് വന്നേക്കുന്ന ചേഞ്ച് തന്നെ കണ്ടില്ലേ. കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്നും പറഞ്ഞ് വേറെ കുറെ കാര്യങ്ങളായിരുന്നു പഴയ സിലബസിൽ നമുക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പുതിയ സിലബസ് വന്നപ്പോഴത്തേക്ക് അത് എക്സാക്ട്ലി BNSുമായിട്ട് അലൈൻ ചെയ്ത് നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു 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 വീ ഒരു 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 എയിം എന്താണ് എന്നുള്ളത് അലൈൻ ചെയ്ത് തന്നെ അത് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്, PSCക്കും ഇത് നിങ്ങളോട് ചോദിക്കാവുന്ന ചോദ്യമാണ്. എന്താണ് കറക്ഷണൽ സോഷ്യൽ വർക്കും ജനറൽ സോഷ്യൽ വർക്കുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ജനറൽ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പൊതുവെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നിടത്ത് പോയി വർക്ക് ചെയ്യുന്ന, പാവപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന, എന്താ പറയേണ്ടത്, അവർക്ക് എന്തെങ്കിലും തൊഴിലിന് വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കുന്ന. പക്ഷെ ആ ജനറൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എല്ലാം നടക്കുന്നത് ജയിലിന് പുറത്ത്. ഈ കറക്ഷണൽ സോഷ്യൽ വർക്ക് നടക്കുന്നത് എപ്പോഴും ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ മാത്രമാണ്. ആ ക്രിമിനൽ സിസ്റ്റവുമായിട്ട്, ആ ഒരു ജസ്റ്റിസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അത് ജയിലിന്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്യും, ചിലപ്പോൾ അത് ജയിലിന്റെ പുറത്ത് നിങ്ങൾ ചെയ്യും. പക്ഷെ രണ്ട് എങ്ങനെ തന്നെ ആയിരുന്നാലും ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കറക്ഷണൽ സോഷ്യൽ വർക്ക്. ആൻഡ് ജനറൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേസ് വർക്ക് ചെയ്യും, കൗൺസിലിംഗ് ചെയ്യും, ആ ഒരു റീഹാബിലിറ്റേഷൻ പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ ഒരു വ്യക്തിക്ക്. അതേപോലെ എന്താ പറയേണ്ടത്, ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങളെ കോണ്ടാക്ട് ചെയ്ത്, ഫാമിലിയെ കോണ്ടാക്ട് ചെയ്ത് റീഇൻറ്റഗ്രേഷന് വേണ്ടിയിട്ട്, വെസ്റ്റേൺ കൺട്രീസിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് കേട്ടോ. റീഇൻറ്റഗ്രേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ലീഗൽ അതോറിറ്റീസ്, അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസും ഒക്കെ ആയിട്ട് ഒരു 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 എന്താ പറയേണ്ടത്, ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കേണ്ടി വരും. അവിടെയാണ് നിങ്ങൾ അഡ്വക്കേസി നടത്തുന്നത്, റൈറ്റ്സ് പ്രൊട്ടക്ഷൻ നടത്തുന്നത്, പിന്നെ ആഫ്റ്റർ കെയർ, ഫോളോ അപ്പ്, ഇതെല്ലാം അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് അത് ഏത് സാഹചര്യത്തിൽ വരുന്ന, എന്താണ് ഈ കറക്ഷണൽ സോഷ്യൽ വർക്ക് കൊണ്ട് നിങ്ങളുടെ ഈ ഒരു ജോബിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരുപാട് അധികം ചോദ്യങ്ങൾ തന്നെ ഇതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാം. PSC എപ്പോ പുതിയ സിലബസ് കൊണ്ടുവന്നിരുന്നാലും ആ പുതിയ സിലബസിൽ വരുന്ന പുതിയ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ കൊണ്ടുവരും. എന്തുകൊണ്ട് അവരെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാവോ? നമ്മൾ എത്രയൊക്കെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയിരുന്നാലും ഈ പുതിയ ടോപ്പിക്സിൽ വരുന്ന ചോദ്യങ്ങൾ ഫ്രഷ് ആണ്, ന്യൂ ആണ്. ഒരു കാരണവശാലും അത് എന്താ പറയേണ്ടത്, ഒരു പ്രീവിയസ് ഇയറുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പോലും നമുക്ക് പറ്റത്തില്ല. ബിക്കോസ് ഈ ഒരു ടോപ്പിക് ഇതിനു മുമ്പില്ലായിരുന്നു.
ആ ഒരു ടോപ്പിക് പിന്നീട് വന്നത് എന്നുള്ള ആ ഒരു നിലയിൽ. അപ്പൊ അത് ഓർത്തു വെച്ചോളുക. ICDS മാറിയപ്പോഴും ഇതേപോലെ ആയിരുന്നു. ICDS മാറിയ സമയത്തും അതിൽ മാറി വന്ന പുതിയ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് ഒരുപാടധികം ചോദ്യങ്ങൾ, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നൗ ലെറ്റ് us see. നമ്മളിപ്പം ആദ്യം നോക്കുന്നതെന്ന് പറഞ്ഞാൽ ക്വിക്ക് ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം എന്താണ് ഈ ഒരു കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ ബേസിക്സ് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിന്റെ നോട്ട്സ് ഓൾറെഡി ഞാനത് നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോ അതിന് എന്താ പറയേണ്ടത്, കുറെ അധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഞാൻ അതിന് തന്നിട്ടുണ്ട്. അപ്പോ ആ നോട്ട്സ് നിങ്ങൾ പ്രത്യേകം അത് എടുത്തു വെച്ച് വായിച്ചു നോക്കുക. ഇതാണ് ഞാൻ നിങ്ങൾക്ക് അതിനുവേണ്ടി തന്ന നോട്ട്സ്. മൊത്തം ഒരു 15 പേജിലായിട്ടാണ് ഇതിന്റെ നോട്ട്സ് ഉള്ളത്. അത് പല ഏരിയാസും കുറച്ച് ചിലപ്പം എക്സ്പാൻഡ് ചെയ്ത് എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് നോട്ട്സ് ഇത്രയും വന്നത്. ബട്ട് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിലൊക്കെയാണ് PSC കയറി പിടിച്ച് നമുക്ക് ചോദ്യങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധ്യതയുള്ളത്. ഓക്കെ, സോ ഇത് നമുക്കിപ്പം നോക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ, അതിന്റെ ആ ഒരു ഉദ്ദേശം എന്താണല്ലേ, കറക്ഷണൽ സോഷ്യൽ വർക്ക് കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്? റീഹാബിലിറ്റേഷൻ, റീഇന്റഗ്രേഷൻ. അപ്പൊ ഇവിടെ ഫോക്കസ് എന്ന് പറയുന്നത് BNSന്റെ തന്നെ എടുത്തിരുന്നാൽ പോലും റിഫോമിലാണ് ഫോക്കസ്, പണിഷ്മെന്റിൽ അല്ല നമ്മുടെ നിയമത്തിന്റെ ഫോക്കസ് കിടക്കുന്നത്. ഇറ്റ്സ് ഓൺ റിഫോം. എന്നാൽ കുറ്റത്തിന്റെ സീരിയസ്നെസ് അനുസരിച്ച് സീരിയസ് ആയിട്ടുള്ള പണിഷ്മെന്റ്സ് അവിടെ വേണം. ആ സീരിയസ് ആയിട്ടുള്ള പണിഷ്മെന്റ്സ് കൊടുക്കുന്ന സമയത്ത് പോലും റിഫോം കണക്കിലെടുത്തുകൊണ്ടാണ് അത് വരുന്നത്. അത് ഒന്ന് മനസ്സിൽ വെച്ചോളുക. പിന്നെ ഇതിന്റെ പ്രാധാന്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഈ ഒരു റെസിഡിവിസം കുറയ്ക്കുക. ഇത്രയും മനസ്സിലാക്കിയാൽ മതി റെസിഡിവിസം എന്താണെന്ന്. ആ കുറ്റക്കാരൻ വീണ്ടും കുറ്റത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്, മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ റെസിഡിവിസം എന്ന് പറയുമ്പോൾ അതിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതിന്റെ ആ ഒരു റൂട്ട് കോസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ റെസിഡിവിസം ശരിക്കും അത് റെഫർ ചെയ്യുന്നത് is to the tendency of an offender to relapse into criminal behavior after having been punished or rehabilitated. അപ്പോ റീലാപ്സ് എന്ന വാക്കോട് ഉപയോഗിച്ചല്ലേ. അപ്പോ ആ ഒരു കുറ്റം ചെയ്ത വ്യക്തിക്ക് ഉണ്ടാകുന്ന ആ ഒരു ടെൻഡൻസി, എന്തിനുള്ള ടെൻഡൻസി എന്ന് ചോദിച്ചാല് വീണ്ടും ആ ഒഫൻസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതിനുള്ള ടെൻഡൻസിക്കാണ് റെസിഡിവിസം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ റീഹാബിലിറ്റേഷനും നടത്തി പണിഷ്മെന്റും ഒക്കെ കഴിഞ്ഞ് സക്സസ്ഫുൾ ആയിട്ട് ആ വ്യക്തിയെ പുറത്തുവിട്ടപ്പോഴത്തേക്ക് ആ വ്യക്തി വീണ്ടും അത് ചെയ്യുന്നത്, ദാറ്റ് ഇസ് റെസിഡിവിസം. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ റീ ഒഫൻഡിങ് തടയുക. ഇപ്പൊ കറക്ഷണൽ സോഷ്യൽ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു റീ ഒഫൻസ് തടയുക എന്നുള്ളത് കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ മറ്റൊരു ഉദ്ദേശമാണെന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കി വെച്ചോളുന്നത്. ഇനി ഹ്യൂമൻ ഡിഗ്നിറ്റി പ്രൊമോട്ട് ചെയ്യുക. ഇപ്പൊ സോഷ്യൽ വർക്ക്, ജനറൽ സോഷ്യൽ വർക്ക് ആയിരുന്നാലും സോഷ്യൽ വർക്ക് ഏത് സാഹചര്യത്തിൽ എടുത്ത് നോക്കിയാലും ആ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി, ദിസ് ഇസ് വൺ ഓഫ് ദ ബേസിക് പില്ലേഴ്സ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി മറ്റൊന്ന് പബ്ലിക് സേഫ്റ്റി ഉറപ്പുവരുത്തുക. ഓട്ടോമാറ്റിക്കലി നമുക്ക് റെസിഡിവിസം കുറയ്ക്കുമ്പോഴത്തേക്ക് പബ്ലിക് സേഫ്റ്റി അവിടെ ഓട്ടോമാറ്റിക്കലി ബെറ്റർ ആയിട്ട് വരും അല്ലെ. ദിസ് ഇസ് സംതിങ് ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതിൽ നിന്ന് അതിന്റെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. റെസിഡിവിസം കുറയ്ക്കുമ്പോൾ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് പബ്ലിക് സേഫ്റ്റി അവിടെ ഉറപ്പുവരുത്താനായിട്ട് കഴിയുന്നു എന്നുള്ളത്. ഇതിന് ഒരു ഡുവൽ മാൻഡേറ്റ് ആണുള്ളത് കറക്ഷണൽ സോഷ്യൽ വർക്കിന്. അപ്പൊ ഡുവൽ മാൻഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ രണ്ട് പ്രധാന ഉദ്ദേശങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഒന്ന്, ബാലൻസ് ബിറ്റ്വീൻ ഒഫൻഡർ നീഡ്സ് ആൻഡ് സോഷ്യൽ എക്സ്പെക്ടേഷൻസ്. സോറി, നമ്മൾ എന്തുകൊണ്ടാ ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് പറയുന്നത്? ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത്, ഓക്കെ, അവൻ എന്താ പറയേണ്ടത്, കട്ടെടുത്ത് അവൻ കുറ്റം ചെയ്തു, ഇല്ലെങ്കിൽ എന്താ പറയേണ്ടത്, കോളേജിൽ പോകുന്ന പെൺപിള്ളാരെ നോക്കി അവൻ കമന്റ് പാസ് ചെയ്തു, കുറ്റം ചെയ്തു. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു പ്രവൃത്തിയെ കുറ്റമാണ് എന്ന് നമ്മൾ പറയുന്നത്? സമൂഹത്തിന്റെ പ്രതീക്ഷ, ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള ഒരു പ്രവൃത്തി ഒരു വ്യക്തി ചെയ്യുമ്പോൾ അതിനെ കുറ്റകരമായിട്ട് കണക്കാക്കും. ഇവിടെയാണ് നമ്മൾ എന്താ പറയേണ്ടത്, നമ്മുടെ ഫ്രോയിഡിന്റെ ID, ഈഗോ, സൂപ്പർ ഈഗോ ഒക്കെ ഒന്നെടുത്ത് കണക്ട് ചെയ്ത് നോക്ക്. സൂപ്പർ ഈഗോ ആണ് ആദ്യം ഡെവലപ്പ് ആകുന്നത്. നമുക്ക്
2, 3, 4 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്ക് സൂപ്പർ ഈഗോ ഡെവലപ്പ് ആയി തുടങ്ങും. അപ്പൊ മോളെ അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ പറയല്ലേ, അങ്ങനെ ഇരിക്കണം, ഇങ്ങനെ നടക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് അങ്ങ് തുടങ്ങുകയാണ്. അപ്പോ എന്താണ് ശരി എന്നുള്ളതിന്റെ ഒരു ധാരണ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ആ ഒരു ടൈം മുതൽ ബിൽഡായി വരുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ദ സൂപ്പർ ഈഗോ. അപ്പൊ ഈഗോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു ബലം പിടിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യം അല്ല ഈ ഈഗോ എന്ന് ശരിക്കും പറയുന്നത്. ഈഗോ ഇസ് സംതിങ് ഡിഫറെന്റ്. ഓക്കെ, ഈഗോ സംതിങ് ഡിഫറെന്റ്. അപ്പൊ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ശരികളാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ആ ശരികൾ ഒരിക്കലും നമ്മളെ പഠിപ്പിച്ച വ്യക്തി നമ്മുടെ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം. അവരുടെ മുന്നിൽ ഒരിക്കലും നമ്മൾ അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കില്ല. ദാറ്റ് ഇസ് ഹൗ സ്ട്രോങ് ദ സൂപ്പർ ഈഗോ ഇസ്. അപ്പോ എന്താ ഈ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസ്, സമൂഹം എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിന് വിപരീതമായിട്ട് ഒരു പ്രവൃത്തി വരുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, ആ ഒരു വ്യക്തി ഒഫൻഡർ ആയിട്ട് മാറി. പിന്നെയാണ് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കിയത്. കാരണം പിന്നീട് നമുക്ക് മനസ്സിലായി ഇവിടെ കുറച്ച് നിയമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൾക്കാരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഈ ശിക്ഷകൾ എന്ന് പറയുന്നത് ഒരു ഭയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഭയപ്പെടുത്തിയിട്ട് ആ ഒരു വ്യക്തി കുറ്റം ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക. വീണ്ടും കുറ്റം എന്ന് പറയുന്നത് എന്താണ്, സമൂഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടൊരു വ്യക്തി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കുറ്റം എന്ന് പറയുന്നത്. സമൂഹത്തിന് എന്താ പറയേണ്ടത്, അങ്ങനെ തന്നെയല്ലേ ലോജിക്കലി ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ഇവിടുത്തെ ആ ഒരു ഡുവൽ മാൻഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് ആ ഒഫൻഡറുടെ നീഡ്സ് എങ്ങനെ, എന്താണ് നമുക്ക് ആ ഒരു ഒഫൻഡറെ എങ്ങനെ നന്നാക്കി കൊണ്ടുവരാം, അത് തന്നെയാണ് ഒഫൻഡറുടെ നീഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന നീഡാണ്. അതേപോലെ സമൂഹത്തിന്റെ എക്സ്പെക്ടേഷൻസ് എന്താണ്, ഇതിനെ നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ ആ ഒരു ഡുവൽ മാൻഡേറ്റ് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പലതവണ പറഞ്ഞ് കറക്ഷണൽ സോഷ്യൽ വർക്കും BNS ആയിട്ടുള്ള ബന്ധം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്പെസിഫിക്കലി BNS തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, BNS എന്ന് പറയുന്ന സംഗതിയാണ് IPCയെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. IPCയെ റീപ്ലേസ് ചെയ്ത് വന്നേക്കുന്നതാണ് BNS എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ട് BNSൽ നമുക്കിപ്പോ കാണാൻ കഴിയുന്ന ഒരു മേജർ ചേഞ്ച്, അല്ലെങ്കിൽ അതിന്റെ ഓരോ സെക്ഷൻസിന്റെയും ലാംഗ്വേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ജസ്റ്റ് ഒരു പ്യൂണിറ്റീവ് അല്ലെങ്കിൽ പണിഷ്മെന്റിന്റെ ഒരു അപ്രോച്ചിൽ നിന്നത് മാറി അവിടെ എന്താ പറയേണ്ടത്, കുറെ കൂടെ ഒരു പ്രാധാന്യം അവിടെ ജസ്റ്റിസിന് കൊടുക്കുന്നത്, റെഫർമേഷന് കൊടുക്കുന്നത്, സോഷ്യൽ ഹാർമണിക്ക് അവിടെ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു റെഫർമേറ്റീവ് ഇന്റന്റ്, ഉദ്ദേശം, റെഫർമേഷന്റെ ഉദ്ദേശം, ആ BNSന്റെ റെഫർമേഷന്റെ ഉദ്ദേശം കറക്ഷണൽ സോഷ്യൽ വർക്കിലൂടെ ആണത് നടപ്പാക്കിയെടുക്കുന്നത്. അത് കോടതികൾക്ക് ഇടപെട്ട് നടപ്പാക്കിയെടുക്കാൻ കഴിയുന്നതല്ല. കാരണം ഈ വ്യക്തിയെ ശിക്ഷിക്കണം, ആ വ്യക്തിയെ ശിക്ഷിച്ച് ആ വ്യക്തിയെ ജയിലിൽ പിടിച്ചിടണം. ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് വേണം ഈ ഒരു റെഫർമേഷൻ പ്രവൃത്തികൾ അവിടെ ചെയ്യാനായിട്ട് വേണ്ടത്. ആൻഡ് പ്രൊമോട്ട്സ് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്. റെസ്റ്റോറേറ്റീവ് വീണ്ടും ആ വ്യക്തിയെ എന്താ പറയേണ്ടത്, ഒരു മനുഷ്യൻ, സമൂഹത്തിൽ എന്താണോ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, ഒരു ഐഡിയൽ സിറ്റിസൺ എങ്ങനെ ആയിരിക്കണം എന്നുള്ള സമൂഹത്തിന്റെ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഈ വ്യക്തിയെ വളർത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അതേപോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കറക്ഷൻസ് കുറെ കൂടെ ഇവിടെ പ്രൊമോട്ട് ചെയ്ത് വരുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റി ബേസ്ഡ് കറക്ഷൻസ് എന്തൊക്കെയാണ്, അതിലാണ് പ്രൊബേഷൻ വരുന്നത്, പരോൾ വരുന്നത്, അല്ലേ? ആൻഡ് ഈ പ്രൊബേഷനും പരോളും ഒക്കെ ശരിക്കും മറ്റൊരു കാരണം കൂടെ ഉണ്ട് അതിന്റെ പിന്നില്. പ്രിസൻസിൽ ഓവർ ക്രൗഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അവർ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ അനുസരിച്ച്, ഓരോ വ്യക്തികളുടെ പെരുമാറ്റം അനുസരിച്ച് അവർക്ക് പ്രൊബേഷനോ പരോളോ ഒക്കെ കൊടുക്കുന്ന ആ ഒരു സാഹചര്യം അവിടെ വരുന്നത്. ആൻഡ് മറ്റൊരു സംഗതി എന്ന് പറയുന്നത് അവരുടെ ഹ്യൂമൻ റൈറ്റ്സ്, അവരുടെ ഡിഗ്നിറ്റി നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ടും സാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്? അപ്പോ ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് പ്രിസൻസിന്റെ ഉള്ളിൽ മാത്രമല്ല, അവിടെയാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റിംഗ്സ് വരുന്നത്. അങ്ങനെ ഒരു ടോപ്പിക് തന്നെ നിങ്ങൾക്കുണ്ട്, അല്ലെ? നിങ്ങളുടെ അടുത്ത ടോപ്പിക് അതാണ്. ഇതിപ്പോ നമ്മൾ ബേസിക്സ് നോക്കുന്നത്, അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന ടോപ്പിക്കില് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റിംഗ്സിൽ എങ്ങനെയാണ് കറക്ഷൻസ് വർക്ക് ചെയ്യുന്നത്, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റിംഗ്സിൽ എങ്ങനെയാണ്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, പ്രിസൺസ്, റിമാൻഡ് ഹോംസ്, ബ്രോസ്റ്റൽ സ്കൂൾസ്, അതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണ് പ്രൊബേഷൻ, പരോൾ, ആഫ്റ്റർ കെയർ എന്നൊക്കെ പറയുന്നത്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്ര ഓർത്താൽ മതി, അവരെ നമ്മൾ പൂട്ടിയിടുന്നത്. നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവരെ സമൂഹത്തിലേക്ക് തുറന്നു വിടുന്നത്.
തുറന്നു വിട്ടിട്ട് അവരെ അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതാണ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ആ ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഈ പ്രിസൺസ് എന്താണ്, റിമാൻഡ് ഹോംസ് എന്താണ്, ഹോസ്റ്റൽ സ്കൂൾസ് എന്താണ്, എങ്ങനെയാണ് അതൊക്കെ പ്രവർത്തിക്കുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് എന്നാണ്. ഇനി നേരത്തെ നമ്മൾ സംസാരിച്ച കാര്യം തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നിക്സ്. ഒന്ന് നമ്മൾ കേസ് വർക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഗ്രൂപ്പ് വർക്ക് ഉപയോഗിക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്നുണ്ട്, സോഷ്യൽ ആക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്, ആൻഡ് വളരെ പ്രധാനമായിട്ട് അഡ്വക്കേസിയും ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അല്ലെ. കാരണം പ്രിസണില് റിഫോംസ് കൊണ്ടുവരണം, പ്രിസണില് മാറ്റങ്ങൾ കൊണ്ടുവരണം, ഒഫൻഡേഴ്സിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കണം. ആർക്കാണ് അതിനുള്ള ചുമതല? വെൽഫെയർ ഓഫീസർക്കാണ് അതിനുള്ള ചുമതല എന്ന് പറയുന്നത്. ഇനി എപ്പോഴും സോഷ്യൽ വർക്കിന്റെ തന്നെ പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്ഷണൽ സോഷ്യൽ വർക്കിനും ഏകദേശം അത് തന്നെയാണ് അതിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഒന്ന് ഹ്യൂമൻ ഡിഗ്നിറ്റി. ഇപ്പൊ ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് എവറി പേഴ്സൺ, ഓരോ വ്യക്തിയും അവര് റിഗാർഡ്ലെസ് ഓഫ് ദ ക്രൈം, അവർ ചെയ്ത കുറ്റം എന്ത് തന്നെ ആയിക്കോട്ടെ, അവരുടെ ബേസിക് റൈറ്റ്സ് അവർ റീറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ആ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. ബേസിക് റൈറ്റ്സ് ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാനുള്ള അവകാശം, വസ്ത്രം ഇടാനുള്ള അവകാശം അല്ലെ. ആൻഡ് മറ്റൊന്ന് റീഹാബിലിറ്റേഷൻ ഓവർ റെട്രിബ്യൂഷൻ. റെട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? റെട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 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 റിവെഞ്ച്ഫുൾ മൈൻഡോട് കൂടി ആ ഒരു വ്യക്തിയെ നമ്മൾ എന്താ പറയേണ്ടത്, നന്നാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, നീ ഇങ്ങനത്തെ ഒരു കുറ്റം ചെയ്തല്ലേ, അപ്പൊ ഇങ്ങനത്തെ ഒരു കുറ്റം ചെയ്തപ്പോ ഞാൻ നിന്നെ ഈ രീതിയിൽ ശിക്ഷിക്കുന്നു, നിനക്ക് ദിവസേന 20 അടി ചാട്ടവാറിന് കിട്ടട്ടെ. അപ്പൊ അത് വെറും റെട്രിബ്യൂഷൻ ആണ്, അവിടെ റീഹാബിലിറ്റേഷൻ ഇല്ല. അപ്പോ ഇവിടെ മറ്റൊരു പ്രിൻസിപ്പൽ കറക്ഷണൽ സോഷ്യൽ വർക്കിൽ പറയുന്നത് ഇസ് റീഹാബിലിറ്റേഷൻ ഓവർ റെട്രിബ്യൂഷൻ. പക്ഷെ റെട്രിബ്യൂഷനും വേണം, ഇല്ല എന്നല്ല, അത് വേണം, അതിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയല്ല, പക്ഷെ പ്രാധാന്യം റീഹാബിലിറ്റേഷന് കൊടുക്കുക. And then we have the principle of individualization. അപ്പോ എങ്ങനെയാണ് ഒരു ജയിലില് വരുമ്പോഴത്തേക്ക് പല കുറ്റങ്ങൾ ചെയ്തവരവിടെ കാണും അല്ലെ. കൊലപാതകം ചെയ്തവരും ഉണ്ടാകും, ഇല്ല പറഞ്ഞതുപോലെ കടയിൽ നിന്ന് റൊട്ടി മോഷ്ടിച്ചവരും ഉണ്ടാകും. അപ്പോ അവർക്ക് എല്ലാവർക്കും ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റ് അല്ല, ശിക്ഷയല്ല അവർക്ക് വിധിക്കപ്പെടുന്നത്. പക്ഷെ എല്ലാവരും വിധിക്കപ്പെടുന്നത് ഒരേ കണ്ടീഷനിൽ വന്ന് കിടക്കുക എന്നുള്ളതാണ്. ബട്ട് ഇവിടെ ഇൻഡിവിജ്വലൈസേഷൻ വരുന്നത് എങ്ങനെയാണ്? ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളും മനസ്സിലാക്കി, പുനരുദ്ധാരണത്തിനുള്ള ആ ഒരു റീഹാബിലിറ്റേഷനുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി. അത് വെൽഫെയർ ഓഫീസറുടെ ജോലിയാണ്. വെൽഫെയർ ഓഫീസർ എന്നുള്ളതിനെ നമുക്കിവിടെ സോഷ്യൽ വർക്കർ എന്ന് പറയാം. സോഷ്യൽ വർക്കറുടെ ജോലിയാണ് ആ ഒരു ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ഓരോ വ്യക്തിക്കും ഉണ്ടാക്കുക എന്നാണ്. ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെ. അപ്പൊ കുറെ ഒരു ഉത്തരവാദിത്വം അവിടെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ കുറെ കൂടെ സേഫ് ആയിട്ടുള്ള, ജസ്റ്റ് ആയിട്ടുള്ള ഗുഡ് കമ്മ്യൂണിറ്റീസ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ്, കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ ഈ പ്രിൻസിപ്പിൾസ്, സ്പെസിഫിക്കലി ഈ 4 പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത് ഫോർ ട്രാൻസ്ഫോർമേഷൻ റാദർ ദാൻ പണിഷ്മെന്റ്. ഇതൊന്നും പണിഷ്മെന്റ് ഉദ്ദേശിച്ചല്ല. പണിഷ്മെന്റ് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യന് ഒരു വിലയും അവിടെ കൽപ്പിക്കില്ല. കാരണം എന്തായാലും പണിഷ്മെന്റിന് തീരുമാനിച്ചിട്ടുള്ള വ്യക്തിയല്ലേ എന്നുള്ള ആ ഒരു, പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്സിലൊക്കെ, ജർമ്മൻ കോൺസെൻട്രേഷൻ ക്യാമ്പ്സിലൊക്കെ അവിടെ അവര് എന്താ പറയേണ്ടത്, ആൾക്കാരെ കന്നുകാലികളെ പോലും അതിലും ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവര് എന്താ, നമുക്കത് ചർച്ച പോലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് മാറിപ്പോകും. ഓക്കെ, സോ ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഹിയർ. പിന്നെ വാട്ട് ആർ ദി എത്തിക്കൽ ചാലഞ്ചസ്? ഓക്കെ, അപ്പോ നോക്ക്, നമുക്ക് എപ്പോഴും ഒരു എത്തിക്കൽ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ആ ഒരു പ്രോബ്ലം? അഗെയിൻ ഗോ ബാക്ക് ടു യുവർ സൂപ്പർ ഈഗോ. ഈ ഒരു വലിയ പരിധി വരെ നമ്മുടെ എത്തിക്സ് ഫോം ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സൂപ്പർ ഈഗോ ആണ്. അതായത് നമ്മൾ പഠിച്ചിരിക്കുന്ന കൊച്ചു 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 കാര്യങ്ങൾ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിച്ചത് ആ ഒരു 3, 4, 5 വയസ്സുള്ള സമയത്ത്, അത് പിന്നെ ഡെവലപ്പായി നമ്മുടെ മൈൻഡിൽ കിടന്ന് നമ്മുടെ എത്തിക്സ് രൂപപ്പെടാനായിട്ട് ഈ സൂപ്പർ ഈഗോ ഒത്തിരി അധികം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചാലഞ്ചസും ഉണ്ട്, എത്തിക്കൽ ആയിട്ടുള്ള ചാലഞ്ചസും ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് എടുക്കുക, കോൺഫിഡൻഷ്യാലിറ്റി വേഴ്സസ് സേഫ്റ്റി. ഇതൊരു എത്തിക്കൽ പ്രോബ്ലം
ആണ് എന്ന ഒരു പരിധി വരെ ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂവുമാണ്. ഓക്കെ, ഭയങ്കര കുറ്റം ചെയ്യാൻ ഉള്ള ടെൻഡൻസി ഉള്ള ഒരു വ്യക്തി, കുറ്റം ചെയ്ത് ഒരു റിപ്പർ പോലെയൊക്കെയുള്ള ഒരു വ്യക്തി കുറ്റം ചെയ്ത് ജയിലിൽ പിടിച്ച് അടച്ച് ഇട്ടിരിക്കുന്നു എന്നുള്ള. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു വ്യക്തി എങ്ങനെയോ ജയിലിൽ നിന്ന് ചാടിപ്പോയി എന്ന് ഒന്ന് ആലോചിക്കുക. അപ്പൊ ഇവിടെ ഈ വ്യക്തിയുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ധാരണയില് ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ക്രൈമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പുറത്തു വിടുന്നില്ല. കാരണം എന്താ, ആ വ്യക്തിയുടെ കോൺഫിഡൻഷ്യാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ആ ഡീറ്റെയിൽസ് പുറത്തു വിടാതിരിക്കുന്നിടത്തോളം ബാക്കിയുള്ള മനുഷ്യരുടെ സേഫ്റ്റി എവിടെ പോയി? ഇതൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആണോ, ഒരു എത്തിക്കൽ പ്രോബ്ലം ആണോ? എത്തിക്സ് നമ്മളോട് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ ഒരു കുറ്റവാളിയുടെ ഡീറ്റെയിൽസും നമ്മൾ പുറമെ ചർച്ച ചെയ്യാനോ ആരുടെത്തോ പറയാനോ പാടില്ല എന്നുള്ള. പക്ഷെ ആ ഒരു സേഫ്റ്റിയുടെ കൺസേൺ വെച്ച് നോക്കുമ്പോൾ അപ്പൊ ഇവിടെ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഒരു വ്യക്തിയുടെ ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുന്നതിനാണോ, അതോ 1000 പേരുടെ സേഫ്റ്റിക്കാണോ നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കാണേണ്ടതായിട്ട് വരും. ഒരു പരിധി വരെ നിയമം നമ്മളെ അതിന് സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ കോൺഫിഡൻഷ്യാലിറ്റിയിൽ പറയുന്ന ഒരു ക്ലോസ് ഇതാണ്, അത് നിയമത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു വ്യക്തിയുടെ ഇൻഫർമേഷൻ കൊടുക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും കൊടുക്കാം എന്നുള്ളതാണ്. ഇനി ഈ ഒരു ഡുവൽ ലോയൽറ്റി, എന്താണ് ഈ ഒരു ഡുവൽ ലോയൽറ്റി എന്ന് പറയുന്നത്? ഒന്ന്, ഒരു സോഷ്യൽ വർക്കറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 കാര്യങ്ങളോട് അല്ലെങ്കിൽ ഒന്ന് അവരെ എംപ്ലോയ് ചെയ്തിരിക്കുന്ന സ്ഥാപനം അവിടെയുണ്ട്. ഇപ്പം നിങ്ങളുടെ കേസിൽ നിങ്ങളെ എംപ്ലോയ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, പ്രസിഡൻസ് ആണ് നിങ്ങളെ എംപ്ലോയ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് നിങ്ങളെ പഠിപ്പിച്ച്, ഞാൻ ഉൾപ്പെടെ നിങ്ങളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മൊത്തം ഉത്തരവാദിത്വം നിങ്ങളുടെ ക്ലയന്റിനോടാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡുവൽ ലോയലിറ്റി ബിൽഡായി വരും അല്ലെ. ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂഷന്റെ താല്പര്യവും നമ്മൾ നോക്കണം, അതും സംരക്ഷിക്കണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ക്ലയന്റിന്റെ താല്പര്യവും നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ പ്രത്യേകിച്ചും സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പിൾസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഇസ് അബൌട്ട് ദ ക്ലയന്റ്. ക്ലയന്റിനെ അങ്ങനെ ചെയ്യുക, ക്ലയന്റിനെ ഇങ്ങനെ ചെയ്യുക, ക്ലയന്റിനെ നമ്മൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കുക എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത് അല്ലേ. സോ ഇറ്റ്സ് എവറിത്തിങ്. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ ആ ഒരു ഡുവൽ ലോയലിറ്റി ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ്. സോ വിത്ത് ഹൂ വിൽ യു ബി ലോയൽ? അവര് സ്ഥാപനത്തിനോട് ലോയൽ ആകുമോ, ക്ലയന്റിനോട് ലോയൽ ആകുമോ? സ്പെസിഫിക്കലി ആ ഒരു പ്രിസൺ സെറ്റിംഗിൽ വീണ്ടും യു വിൽ ഗോ ബാക്ക് ടു എത്തിക്സ്, വീണ്ടും യു വിൽ ഗോ ബാക്ക് ടു യുവർ എന്താ പറയേണ്ടത്, സൂപ്പർ ഈഗോ. വീണ്ടും ചിന്തിക്കും ഒരു കുറ്റക്കാരന്, അതാണ് എന്താ പറയേണ്ടത്, ആ ഒരു സ്റ്റിഗ്മ എന്ന് പറയുന്നത് അല്ലെ. ഒരു കുറ്റം ചെയ്ത് ഒരിക്കൽ ജയിലിൽ അടയ്ക്കപ്പെട്ട് അങ്ങനെ ഒരു ലേബിൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വ്യക്തി നന്നായാൽ പോലും ആ വ്യക്തിയെ കണ്ണുകൊണ്ടേ ആൾക്കാർ കാണത്തുള്ളൂ. അതാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ആ ഒരു സ്റ്റിഗ്മ ഒഴിവാക്കിയെടുക്കണം നമുക്ക് ജനങ്ങളുടെ ഇടയിൽ. അങ്ങനെയും നമുക്ക് ഇപ്പോഴും ഇതുവരെ ഒരു പ്രവൃത്തിയും നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയ വ്യക്തി രക്ഷപ്പെട്ടു, അവൻ നന്നായി എന്ന് പറയുന്നത് നമ്മളെ ഒരു സിനിമയിൽ പോലും കേട്ടിട്ടില്ല. ജയിലിൽ നിന്ന് ഇറങ്ങി മിക്കവാറും അവൻ നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചാവുന്നതൊക്കെയാണ് നമ്മൾ സിനിമയിൽ പോലും നമ്മൾ കാണുന്നത് അല്ലെ, കേട്ടിട്ടില്ല. അപ്പൊ നോക്ക്, ആ ഒരു സ്റ്റിഗ്മ എങ്ങനെ മാറ്റിയെടുക്കാം, പബ്ലിക് അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ അവിടെ മാറ്റിയെടുക്കാം. അപ്പൊ അതും റീഹാബിലിറ്റേഷന്റെ ഭാഗമാണ്. ആ ഒരു വ്യക്തിയെ റീഹാബിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ സമൂഹം ആ വ്യക്തിയെ അംഗീകരിക്കണം. എങ്കിൽ മാത്രമല്ലേ ആ വ്യക്തിക്ക് ഒരു റീഹാബിലിറ്റേഷൻ നടന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺസ്ട്രെയിൻസ്, ഇതൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലും നിങ്ങൾക്ക് ഒരുപാടധികം കൺസ്ട്രെയിൻസ് ഉണ്ടാകും, ഒരുപാടധികം ലിമിറ്റേഷൻസ് ഉണ്ടാകും ഇതൊക്കെ നടപ്പാക്കുന്നതിൽ. ബട്ട് ദെൻ അഗെയിൻ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ആ ഒരു ആക്ച്വൽസ് എന്താണെന്ന് പഠിച്ച് ആ ആക്ച്വൽസ് ആണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്, അല്ലാതെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആയിരിക്കരുത്. സോ പ്രാക്ടിക്കലി മേ ബി ദാറ്റ് കുഡ് ബി ഡിഫറെന്റ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെച്ചോളുക. ഓക്കെ, സോ അപ്പോ ഇതാണ് ആ ഒരു കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്ന് ബേസിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ നൗ
ഇതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് റെസിഡിവിസം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും റെസിഡിവിസത്തിന്റെ അർത്ഥം നമ്മൾ വിട്ടുപോകരുത്. ഇത് പലതവണയും പല എക്സാംസിനും ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും അത് ചോദിക്കാം. ഓക്കെ, അപ്പോ റെസിഡിവിസം എന്ന വാക്ക് അത് വിട്ടുപോകരുത്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ടേം ഇതിനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ. Now let me ask you a few questions. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോ അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ ഒന്ന് പറയാം. Here is the first one. Which of the following best defines correctional social work? Correctional social work ന്റെ ഡെഫിനിഷൻ നമുക്ക് പറയാനാണെങ്കിൽ which would be your answer? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടുത്തെ പ്രിഫേർഡ് ആൻസർ. സോ സോഷ്യൽ വർക്ക് ഫോക്കസിങ് ഓൺ റീഹാബിലിറ്റേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ഇൻ ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, അതാണ് കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ ആ ഒരു റൈറ്റ് ആൻസർ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഇനി മറ്റൊരു ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് കറക്ഷണൽ സോഷ്യൽ വർക്ക്? ടു ഇൻക്രീസ് prison sentences, to ensure public punishment, to transform offenders into responsible members of society, to assist lawyers in court? Today, option C is the right answer, to transform offenders into responsible members of society എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത് നമ്മൾ ആ ഒരു ഡുവൽ മാൻഡേറ്റിനെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ, അതിനെ ബേസ് ചെയ്തുള്ള ഒരു ചോദ്യമാണ്. The dual mandate in correctional social work means, dual mandate ന്റെ ആ ഒരു അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഇവിടെ. സോ വർക്കിംഗ് ഇൻ ബോത്ത് prisons and courts എന്നുള്ളതാണ് dual mandate, അതോ ബാലൻസിംഗ് ദ നീഡ് ഓഫ് ഒഫൻഡേഴ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഓഫ് ദ സൊസൈറ്റി ആണോ, പ്രൊവൈഡിംഗ് ലീഗൽ എയ്ഡ് ആൻഡ് കൗൺസിലിംഗ് ആണോ, അതോ മാനേജിംഗ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പ്രിസണേഴ്സ് ആണോ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ അല്ലേ, ബാലൻസിംഗ് ദ നീഡ്സ് ഓഫ് ഒഫൻഡേഴ്സ് ആൻഡ് ദ എക്സ്പെക്ടേഷൻസ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ ആ ഒരു എക്സ്പെക്ടേഷൻ, എല്ലാം സമൂഹത്തിന്റെ എക്സ്പെക്ടേഷൻ ആണ് ഇവിടെ എപ്പോഴും നമുക്ക് വില്ലനായിട്ട് വരിക. Which of the following philosophies is least aligned with modern correctional social work? Rehabilitation, restorative justice, retribution, resocialization. ഇതിലെ ഏത് ഫിലോസഫിയാണ് നമ്മുടെ മോഡേൺ കറക്ഷണൽ സോഷ്യൽ വർക്കുമായിട്ട് ബന്ധമില്ലാത്തത്? യെസ്, യു ആർ റൈറ്റ്. ഓപ്ഷൻ സി റെട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഈ വാക്കുകൾ ഓർത്തു വെച്ചോളുക. റീഹാബിലിറ്റേഷൻ ഒരു പുനരുദ്ധാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു വ്യക്തിയെ നോർമലിലേക്ക് കൊണ്ടുവരുന്നത്. റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്, റിഫോർമേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റിസ് ആണ് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്. വീണ്ടും റിസ്റ്റോർ ചെയ്തെടുക്കുക, പഴയപടിയാക്കുക, അതാണ് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്. റീസോഷ്യലൈസേഷൻ, ഓക്കെ, കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിന്റെ ഭാഗമല്ല, അപ്പൊ വീണ്ടും ആ വ്യക്തിയെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതാണ് റീസോഷ്യലൈസേഷൻ. ഇവിടെ റെട്രിബ്യൂഷൻ എന്ന് പറയുമ്പം വൈരാഗ്യ ബുദ്ധിയോടുകൂടി പണിഷ് ചെയ്യുന്നതാണ് റെട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ റെട്രിബ്യൂഷൻ നമ്മുടെ കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ ഭാഗമല്ല. റെട്രിബ്യൂഷനും ഇതും രണ്ട് ഓപ്പോസിറ്റ് ടേംസ് ആണ്. ഈ വാക്കുകൾ, ഈ ടേംസ് ഒക്കെ നമ്മൾ ഓർത്തു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, വിച്ച് പ്രിൻസിപ്പിൾ അണ്ടർലൈസ് കറക്ഷണൽ സോഷ്യൽ വർക്ക് ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി? നമ്മുടേത് പോലെയുള്ള ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ഏത് പ്രിൻസിപ്പിൾ ആണ് നമുക്ക് വേണ്ടത്? ഓപ്ഷൻ എ, ഒഫൻഡേഴ്സ് മസ്റ്റ് ലൂസ് ഓൾ റൈറ്റ്സ്, അതാണോ? ഓ പണിഷ്മെന്റ് മസ്റ്റ് ഓൾവേസ് ബി സിവിയർ എന്നുള്ളതാണോ? ഹ്യൂമൻ ഡിഗ്നിറ്റി മസ്റ്റ് ബി പ്രിസർവ്ഡ് ഈവൻ വിതിൻ ഇൻകാസറേഷൻ. ഇൻകാസറേഷൻ ഇസ് another word for putting in jail. prison, ജയിലിൽ അടയ്ക്കുന്നതിനുള്ള മറ്റൊരു വാക്കാണ് ഇൻകാസറേഷൻ. ഓർത്തുവെച്ചോളൂ. ഡിറ്റൻഷൻ ഷുഡ് റീപ്ലേസ് റീഹാബിലിറ്റേഷൻ എന്നുള്ളതാണ്. ഇവിടെയും ഓപ്ഷൻ സി തന്നെയാണ് നമ്മുടെ ആൻസർ അല്ലെ. നമ്മൾ അത് ഡയറക്റ്റ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് തന്നെയായിരുന്നു. And then we have question number 6, which of the following best describes recidivism? ഈ വാക്കിന് ജീവിതത്തിൽ നിങ്ങൾ മറക്കരുത്. റെസിഡിവിസം, നിങ്ങൾ സോഷ്യൽ വർക്കും കൊണ്ട് മുമ്പോട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വാക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ, റീഒഫൻഡിങ് ഓർ റീലാപ്സ് ഇൻ ടു ക്രൈം. റെസിഡിവിസത്തിനെ പ്രിവെന്റ് ചെയ്യുകയാണ്
സോഷ്യൽ വർക്കേഴ്സിന്റെ ജോലി. റെസിഡിവിസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വീണ്ടും കുറ്റം ചെയ്യാനുള്ള ടെൻഡൻസി, വീണ്ടും പഴയപടി ആകാനുള്ള ടെൻഡൻസി. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് റെസിഡിവിസം. എന്തിനാണ് ഇങ്ങനെയുള്ള എന്താ പറയേണ്ടത് കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ ഇംഗ്ലീഷിൽ അവരുണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ നോബഡി, ഈവൻ അവർക്ക് പോലും അറിഞ്ഞൂടാ. ഇനി 7, വിച്ച് ഓഫ് ദ ഫോളോയിങ് സർവീസസ് ആർ എക്സാമ്പിൾസ് ഓഫ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറക്ഷൻസ്? അപ്പൊ ഓർക്കുക, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ബിൽഡിംഗ് ഉണ്ട്, സ്ഥാപനമുണ്ട്, റൂംസ് ഉണ്ട്, മതിൽ കെട്ടുണ്ട്. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ മതിൽ കെട്ടില്ല, ദേ ആർ ബാക്ക് ഇൻ ദ സൊസൈറ്റി, പക്ഷെ നിബന്ധനകളോടുകൂടി ജീവിക്കും. അപ്പോ സെൻട്രൽ പ്രിസൺസ് ആൻഡ് ബോസ്റ്റൽ സ്കൂൾസ്, പ്രൊബേഷൻ, പരോൾ, ആഫ്റ്റർ കെയർ, അതാണ് നമ്മുടെ ആൻസർ അല്ലേ? പ്രൊബേഷൻ, പരോൾ, ആഫ്റ്റർ കെയർ. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരു സംഗതിയുണ്ട്. ഈ പ്രൊബേഷൻ അല്ലെങ്കിൽ പരോൾ ഒക്കെ നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഒരു വ്യക്തി പ്രൊബേഷനിലാണെങ്കിൽ, ഒരു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ബ്ലൂടൂത്തോ വൈഫൈ ഒക്കെ ഘടിപ്പിച്ച ഒരു സാധനം അവരുടെ ഒരു ബെൽറ്റ് അവരുടെ കാലിലോ കയ്യിലോ ഇടും. മിക്കവാറും അവരുടെ കാലിലാണ് ആ സാധനം ഇടുന്നത്. എന്നിട്ട് അവർക്ക് അവരുടെ വീട്ടിൽ ഇരിക്കാം. വീടിന് പുറത്തിറങ്ങാൻ പാടില്ല. അവരുടെ കാല് പോലും എടുത്ത് വീട്ടിന്റെ വാതിൽപ്പടിയുടെ പുറത്തോട്ട് വെച്ചാൽ അപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ അലാറം അടിക്കും. ആൻഡ് ഉടനെ തന്നെ അവര് വിളിക്കുകയും ചെയ്യും. പിന്നെ എന്താ പറയേണ്ടത്, അവരുടെ റെസ്പോൺസ് ടൈം ഒക്കെ കുറച്ചുകൂടെ കുറവാണല്ലോ, പെട്ടെന്ന് തന്നെ ആൾ അവിടെ എത്തുകയും ചെയ്യും. അങ്ങനെ അവര് ആ ഒരു പ്രമിസസ് വിട്ട് പുറത്തേക്ക് പോകാൻ 2 or 3 അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് വീണ്ടും തിരിച്ച് ജയിലിലേക്ക് പോകുന്നതാണ്. അപ്പോ അങ്ങനെയുള്ളത് നമുക്ക് അത് ഇവിടെ അങ്ങനെ ആയില്ല അല്ലേ ഇതുവരെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. What is the core aim of correctional counseling? Correctional counseling ന്റെ ഒരു കോർ എയിം എന്താണ്? ഇപ്പൊ തന്നെ നമുക്ക് ഓൾറെഡി മനസ്സിലായി അല്ലെ? അപ്പോ എന്താണ് അവര് വീണ്ടും ഓർത്തു വെച്ചോളുക, മാൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങും ബിഹേവിയറും മാറ്റുക. എന്താണ് മാൽ അഡാപ്റ്റീവ്? ആ വാക്കിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്, അഡാപ്റ്റീവ്. അപ്പോ മാൽ ഒരു പ്രിഫിക്സ് ഒരു വാക്കിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ മാൽ ഫങ്ഷനിങ് പോലെ, അപ്പോ മീൻസ് അത് നോർമലായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ മാൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങും ബിഹേവിയറും മാറ്റുക എന്നുള്ളതാണ് കറക്ഷണൽ കൗൺസിലിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 9. Which therapeutic approach is widely used in correctional social service? മാലഡാപ്റ്റീവ്. അങ്ങനെയുള്ള തിങ്കിങ്ങും ബിഹേവിയറും മാറ്റണമെങ്കിൽ നമുക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് അവിടെ വേണ്ടത് അല്ലേ? ഇലക്ട്രോ ഷോക്ക് തെറാപ്പി അല്ല, ഹിപ്നോസിസ് അല്ല, ക്ലാസിക്കൽ സൈക്കോ അനാലിസിസ്. അത് ഫ്രോയിഡിന്റെ ഒറിജിനൽ സൈക്കോ അനാലിസിസിനെയാണ് ക്ലാസിക്കൽ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. അതുമല്ല നമുക്കിവിടെ വേണ്ടത് ആ ഒരു കോഗ്നിറ്റീവ്. കോഗ്നിഷൻ ഇസ് ഓൾവേസ് ടു ഡു വിത്ത് യുവർ തിങ്കിങ്, ബ്രെയിൻ, മെമ്മറി, അതിനെയൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന വാക്കാണ് കോഗ്നിഷൻ എന്ന് പറയുന്നത്. നമ്പർ 10. What is the strength-based approach in correctional social work emphasize? അപ്പൊ ഇവിടെ കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ കോൺസെപ്റ്റ്സും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തെടുക്കുകയാണ്. ഈ സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കസിങ് ഓൺ ക്ലയന്റ്സ് വീക്ക്നെസ് ആണോ? ബിൽഡിംഗ് ദി ഒഫൻഡേഴ്സ് കേപ്പബിലിറ്റീസ് ആൻഡ് പൊട്ടൻഷ്യൽ ആണോ? അത് തന്നെയാണ് അതിന്റെ ആൻസർ അല്ലേ? അപ്പോ ആ ഒരു ക്ലയന്റിന്റെ, ഇവിടെ ഇപ്പൊ നിങ്ങളുടെ ക്ലയന്റ് ആണ് ഈ ഒരു പ്രിസണർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്ലയന്റിന് ഓൾറെഡി ഉള്ള കേപ്പബിലിറ്റി എന്താണ്, ഓൾറെഡി ഉള്ള കഴിവ് എന്താണ്, അതിനെ ബിൽഡ് ചെയ്ത് വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് ആ സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് പൊതുവെ സോഷ്യൽ വർക്കിൽ എല്ലാം ഉള്ള ഒരു സംഗതിയാണ് ഈ സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച്. അപ്പൊ അതും ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ്, വിട്ടുപോകരുത്, മനസ്സിൽ വെച്ചോളുക. ആൻഡ് ഒരു ചോദ്യവും കൂടെ നമുക്ക് നോക്കാം. നമ്പർ 11. Which of the following best aligns with restorative justice? Inflicting punishment on offenders ആണോ? Repairing harm and promoting reconciliation between victims and offender? Or increasing jail sentences, isolating the offender from society? Restorative justice ആയിട്ട് അലൈൻ ചെയ്തു പോകുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടാണ്. Yes, absolutely, you're correct. Option B തന്നെയാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഗൈസ്, എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നാളെ ഇപ്പം ഞായറാഴ്ചയാണ്, സൺഡേ ആണ്. അപ്പൊ നാളെ നമുക്ക്
രാവിലെ ക്ലാസ് വെച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. രാവിലെ ഒരു 9 മണിക്കോ ഒരു 10 മണിക്കോ നമുക്ക് നാളെ ക്ലാസ് വെക്കാം. അപ്പം കുറച്ച് കൂടുതൽ സമയം നമുക്ക് കണ്ടക്ട് ചെയ്യുകയും ചെയ്യാം. മാത്രമല്ല ഞായറാഴ്ച ആരും ജോലിക്ക് പോകാതെ വീട്ടിലുള്ള ആ ഒരു ദിവസവും കൂടെ തന്നെയല്ലേ. സോ നമുക്ക് നാളെ ഒരു 9 o'clock നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റ് ടൈം കൺഫേം ചെയ്തുകൊണ്ട് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിലും വാട്സാപ്പ് ഗ്രൂപ്പിലും ഞാൻ മെസ്സേജ് ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഏകദേശം ക്ലാസ്സിന്റെ ഒരു മോഡൽ ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, ടോപ്പിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്തും കൂടെ പറയണം. എൻ്റെ അടുത്തും കൂടെ പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് ക്ലാസ്സിൽ നേരത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുകയോ എനിക്ക് പേഴ്സണൽ ആയിട്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. I will take it into consideration. Okay, people. So thank you very much for joining me today. I'll see you guys tomorrow morning at 9. You have a good night. Thank you.